TV പ്രസാദ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. പ്രസാദ്, സജോ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി വോട്ട് ബാങ്കിൽ ഉൾപ്പെടെ വിള്ളൽ വീഴ്ത്തിയെന്നും അത് വലിയ രീതിയിൽ തിരിച്ചടിയായി എന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇത്ര പെട്ടെന്ന് ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിനിടയിൽ ഇത്തരത്തിലൊരു മലക്കം മറിച്ചിലുകൂടി സർക്കാർ തയ്യാറാകുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്ന് വ്യക്തമാണല്ലേ? തെരഞ്ഞെടുപ്പ് മാത്രമല്ല വിനീത, അതിന് മുമ്പ് വിനീത പറഞ്ഞതുപോലെ ആഗോള അയ്യപ്പ സംഗമമാണ് ഇതിലെ പ്രധാന വിഷയം. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷന്റെ ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. ആ വാർത്താക്കുറിപ്പ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയായിരുന്നു. അതായത് സുപ്രീം കോടതിയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്ത നിലപാട്, ആ നിലപാട് തിരുത്തിയില്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ രീതിയിൽ ആലോചിക്കേണ്ടി വരും എന്ന ഒരു വെല്ലുവിളി ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ സജോ വിശദീകരിച്ചതുപോലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ ശബരിമല സമയത്ത് ഉണ്ടായ വലിയ പ്രശ്നങ്ങൾ, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ BJP വലിയ തോതിൽ പ്രചാരണ ആയുധമാക്കിയിരുന്നു. CPIM-ന് വലിയ വോട്ട് ചോർച്ച ആ വിഷയത്തിന്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് ഒരു കരകയറുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണെങ്കിൽ പോലും അത് സർക്കാരിന്റെ മുൻകൈയിൽ തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഒരേ സമയം എങ്ങനെ രണ്ട് നിലപാടെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ BJP നേതാക്കൾ ചോദിക്കുന്നത്. മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയകരമായി നടത്താൻ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുകയാണെങ്കിൽ അത് നേരത്തെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ഒരുപക്ഷെ മറന്നുപോകാൻ സാധ്യതയുണ്ട് എന്ന BJPക്ക് ഒരു പേടിയുണ്ട്. BJPക്ക് അത് രാഷ്ട്രീയമായി ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമം വിജയിപ്പിക്കാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികമായും സംഘപരിവാരത്തിന്റെ ഒരു അജണ്ട കൂടിയായി മാറുന്നുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ SNDP-യും അതേപോലെ NSS-ഉം ആഗോള അയ്യപ്പ സംഗമത്തിനെ അനുകൂലിച്ചു കഴിഞ്ഞു. ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ജാതി സംഘടനകൾ എന്ന നിലയിൽ NSS-ഉം SNDP-യുടെയും പിന്തുണ കിട്ടിയതോടുകൂടി BJP ഈ വിഷയത്തിൽ കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അനുകൂല തീരുമാനമുണ്ടാകണം, ശബരിമലയ്ക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകണമെന്ന് BJP പറഞ്ഞതും ഒരുപക്ഷെ ആ രീതിയിലേക്ക് തന്നെ നിലപാട് മാറുന്നതും അതിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പുതിയ പ്രസ്താവനയും വരുന്നത്. വിനീത, ശരി, വ്യക്തമാണ്. TV പ്രസാദ്.